വിനോദേട്ടൻ ബിഗ് ബോസ് കാണാറുള്ള ആളല്ല. തീരുമാനം തുടങ്ങല്ലേ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് കയറുന്ന കറക്കം ആറത് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഡെയിലി നമ്മുടെ പടത്തിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിലേക്ക് കുളിച്ച് പിന്നെ മന്ദായിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഇന്നലെ ജാസ്മിന്റെ ഡ്രസ്സിന്റെ കളർ വരെ ഇവിടെ 80-100 ക്യാമറ ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ക്യാമറ എനിക്കറിയാം. ബിക്കോസിൽ ലാലേട്ടൻ എഴഞ്ഞു വന്നിരിക്കുന്ന പ്രായത്തിലല്ലേ മോനെ നീ എന്താ ചെയ്തെന്ന് ചോദിച്ചു. സ്മൈലില് സാധനം കിട്ടുന്നുണ്ട്. സംയുക്ത പേരിനോട് അടുത്ത് വരുന്ന ഒരു പേരാണ്. ഒരു ക്യാമറ ഉണ്ട്. അപ്പൊ അവൻ കാലത്തിന് ഫസ്റ്റ് ഡേ വിനോദ് പറയുന്നത് ഒരു ഹ്യൂമർ പടമാണ്, എല്ലാവരും എന്റർടൈൻ ആയിരിക്കും. 3-4 ദിവസം തെറി കഴിഞ്ഞാ സാറേ ഇത് കോമഡി പടം കുട്ടിയെന്ന് പറയാം നിന്റെ ഹ്യൂമർ ആവട്ടെ. 8 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കായി സ്കൈൽ ഒരുക്കുന്നു ഓൺലൈൻ ട്യൂഷൻ. 1-to-1 ട്യൂഷനും ഗ്രൂപ്പ് ട്യൂഷനും അവൈലബിൾ ആണ്. ഇനി പഠനത്തിൽ സൂപ്പർ ഹീറോ ആകാം സ്കൈലിനൊപ്പം. ഇപ്പം ചേട്ടൻ ഒരിടയ്ക്ക് ഇറങ്ങിയല്ല, ഇപ്പം റിയാലിറ്റി ഷോ ആയാലും നമ്മുടെ വെബ് സീരീസ് പത്മിനി, പ്രീമിയർ പത്മിനി വെബ് സീരീസ് എല്ലാം ഹിറ്റായിട്ടുള്ള കുറേ പരിപാടികളുടെ മെയിൻ ഭാഗമായിരുന്നു. കോമഡി സ്റ്റാർസ്, പ്രീമിയർ പത്മിനി, ബിഗ് ബോസ്, അങ്ങനെയല്ല. അപ്പോൾ ഈ പടവും ഹിറ്റാവും എന്നുള്ള എത്ര ശതമാനം കോൺഫിഡൻസ് ഉണ്ട്? കോൺഫിഡൻസ് അല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. കോൺഫിഡൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയാം. കോൺഫിഡൻസിനാണല്ലോ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ഇത് ഹിറ്റാവണമെന്നുള്ള പ്രാർത്ഥന എന്ന് പറയാൻ കാര്യം ഇപ്പം എന്നെക്കാൾ ഇവരുടെ ഒരു ഭയങ്കരമായ സ്ട്രഗിളിങ് കഷ്ടപ്പാട് ഈ പടത്തിൻ്റെ പുറകിലുണ്ട്. കാര്യം ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഇല്ലെങ്കിലും ഞാൻ വന്നത് മുതലുള്ള കുറേ കാര്യങ്ങൾ എനിക്കറിയാം. ഈ സിനിമ ഇപ്പോൾ 24-ാം തീയതി തിയേറ്ററിലോട്ട് എത്താൻ പോകുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ ഇവരാണ്. കാര്യം ഇതിൻ്റെ പിന്നിൽ ഇവരുടെ കുറേ കഷ്ടപ്പാടും. കാര്യം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ 24-ാം തീയതി എത്തുന്നത്. അപ്പം അത് അവരുടെ പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ്. അതിൻ്റെ കൂടെ നമ്മളും കൂടെ കയറിയപ്പം നമ്മുടെ പ്രാർത്ഥന അതിന് കാരണമായിട്ടുണ്ടാവും. മെയിനായിട്ട് പറയേണ്ട ഒരു പേരുണ്ട്, സഞ്ജുവേട്ടൻ്റെ പ്രൊഡ്യൂസറുടെ പേര്. സഞ്ജുവേട്ടനെ പോലത്തെ പ്രൊഡ്യൂസറിന് എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇങ്ങനെ കൂടാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുന്നു. പുള്ളി നമ്മളെ വൈബൊന്നുമില്ല, അതിനും വേറെ വൈബാണ്. സഞ്ജുവേട്ടനെ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എടാ നീ എന്താണ് ഇതിന്റെ പ്രശ്നം, വീട്ടിലെ പേസാരി ആയിരിക്കും എല്ലാം ഒന്ന് വിളിക്കാനായിട്ട് സിനിമ അറിയാം. സിനിമ നന്നായിട്ട് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളും എല്ലാ സാധനം അറിയാം. ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്. ഇതിന്റെ എല്ലാ വശങ്ങളും പുള്ളി എപ്പോഴും ഉണ്ടാവും. നമ്മളൊക്കെ കുറച്ച് മുന്നിലെ പുള്ളി, നമ്മളങ്ങോട്ട് എത്തണുള്ളൂ. അത്രയും നല്ലൊരു പ്രൊഡക്ഷനാണ്. നമ്മുടെ പ്രൊമോഷൻ ഗ്രൂപ്പിലൊക്കെ സാധാരണ ഇപ്പൊ പ്രൊമോഷൻ ഗ്രൂപ്പിലൊക്കെ പ്രൊഡ്യൂസർമാരുണ്ടെങ്കിൽ അവർ സൈലന്റ് ആയിരിക്കും. അവരെങ്ങനെ അധികം സംസാരിക്കും, വളരെ അത്രയുള്ള അത്ര ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് മാത്രം അവരൊന്ന് സംസാരിക്കും. ബാക്കിയൊക്കെ വേറെ ഇപ്പൊ PR അവരൊക്കെ ആയിരിക്കും. ഇത് നമ്മൾ ഈ കോളേജ് ഗ്രൂപ്പിലേക്ക് ഇരിക്കൂലേ, അതുപോലെയാണ് പുള്ളി എപ്പോഴും സിനിമയെ കുറിച്ച് നമുക്ക് അത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യണം അത് അങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിരിക്കും. അങ്ങനെ പുള്ളിയുടെ എല്ലാ വർക്കും മാറ്റി വെച്ചിട്ട് ഇതിനുവേണ്ടി തന്നെ നിൽക്കുക. അത് റിലീസ് ആവണ പുള്ളി ഡബ്സി ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ടല്ലേ, അപ്പം അതിനെ കുറിച്ചല്ല പാട്ടുകള്, അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? രഹസ്യമാണോ? രഹസ്യമാണോ? എല്ലാം 4 സോങ് ഉണ്ട്, 4 അടിപൊളി സോങ് ആണ്. അതിലൊരു പാട്ട് ഡബ്സി പാടിയതാണ്. ഡെപ്സി പാടുന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, ഡെപ്സിന് കിട്ടിയില്ല. അനാർക്കലിയും പാടിയിട്ടുണ്ട്. അനാർക്കലി സിനിമയിൽ ഫസ്റ്റ് ടൈമാണ്. സിനിമയിൽ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു. ഞാൻ കുറച്ചു നേരം മന്ദാകിനിയെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബിഗ് ബോസിനെ കുറിച്ച് ഞങ്ങളങ്ങോട്ട് അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് ജസ്റ്റ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം അറിയാം. ചേട്ടൻ ബിഗ് ബോസിൽ പോയി 77 ദിവസം
സീസൺ നീ എത്ര ദിവസം നിന്ന്? ഇത് 10 എനിക്ക് തോന്നുന്നില്ല 7 ദിവസമൊക്കെ ഇല്ല തെളിവുണ്ട് ഞാൻ റിസർച്ച് ചെയ്ത 77 ദിവസം എല്ലാ ബിഗ് ബോസിലെയും അവർ ഒരു അലമ്പനോട് പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഉണ്ടാവില്ല. ചേട്ടാ ഇപ്പത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? കുറെ മിസ് ചെയ്യണം, കുറച്ചൊക്കെ കണ്ടു. കുറച്ചൊക്കെ കണ്ടു. എന്താണ് പുതിയ ബിഗ് ബോസ് സീസണെ കുറിച്ചുള്ള അഭിപ്രായം? നല്ലതാണല്ലോ. ഇതൊന്നല്ല പറഞ്ഞു ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞ അഭിപ്രായം എന്തൊക്കെ സംസാരിക്കും പ്ലീസ്. അല്ലല്ല, വേറെ സംഭവം ഉണ്ടേ. ഞാൻ അങ്ങനെ എന്റെ സീസൺ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും കണ്ടിട്ടില്ല. ഇല്ല, ഇപ്പൊ കണ്ടില്ല. ചേട്ടനുള്ള എപ്പിസോഡ് ഒന്നും അല്ല, ഞാൻ ഈ കട്ട് ചെയ്തൊന്ന് ഇൻസ്റ്റയിലും നമുക്ക് ആർമി പേജുകാരും അങ്ങനെ യൂട്യൂബിലൊക്കെ കട്ട് ചെയ്ത്, യൂട്യൂബിലും ഫുള്ള് കണ്ടിട്ടില്ല. ഇൻസ്റ്റയിൽ വന്നൊരു നമ്മള് എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ മാസ് ബീജി ഒക്കെ അതൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എടുത്ത് അയച്ചു തരും. എന്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അകത്തിരുന്ന് ഇട്ടിരുന്നല്ലോ ഇതൊക്കെ. അതൊന്നും ഇപ്പോഴും ഞാൻ കാണത്തില്ല. അപ്പൊ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ എപ്പിസോഡ് ഒന്നും കണ്ടില്ല. എന്തോ കാണാൻ തോന്നിയില്ല, കണ്ടില്ല. പക്ഷെ ഇപ്പോഴത്തത് ഇടയ്ക്ക് കാണാം. അപ്പം വിനോദേട്ടൻ ബിഗ് ബോസ് കാണാറുള്ള ആളല്ല. അപ്പം നമ്മൾ ഇത് പറയില്ലേ, ചിലത് തുടങ്ങി കഴിയുമ്പോൾ നിർത്താൻ പറ്റില്ല. അതുപോലെ ചിലര് കുടിക്കുമ്പോൾ മദ്യപാനം തുടങ്ങല്ലേ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് കയറുന്നപ്പോൾ കറക്കം ആണത്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഡെയിലി നമ്മുടെ പടത്തിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിലേക്ക് ഞാൻ കുളിച്ച് പിന്നെ മന്ദായിയുടെ കാര്യം ചോദിച്ചപ്പോൾ ബിഗ് ബോസിനെ പറ്റി ചോദിക്കേണ്ട ആള് വിനോദേട്ടനാണ്. ഒരു എപ്പിസോഡ് പോലും ഇന്നിപ്പോ ഈ ടൈം ഇതിപ്പോ എത്ര മണിക്കാണ് നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കാണും? ലൈവ് സ്ട്രീമിംഗ് കാണുന്നില്ല. എല്ലാ എപ്പിസോഡും ഇന്നലെ ജാസ്മിന്റെ ഡ്രസ്സിന്റെ കളർ വരെ പറഞ്ഞു. എന്താ പറയുന്നല്ല ജാസ്മിൻ ഇട്ട ഡ്രസ്സിന്റെ കളർ ഇല്ല. ഏറ്റവും വലിയ ബിഗ് ബോസ് അഡിക്റ്റ്. അങ്ങനെ അഡിക്റ്റ് ഒന്നല്ല ചേട്ടാ. ആര് ജയിക്കും ഇപ്രാവശ്യം? ആര് ജയിക്കുന്നു? ആര് ജയിക്കും? അതെനിക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഒരാളെ ഫോക്കസ് ചെയ്യുക എല്ലാ സീസണിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരാൾ നമുക്കിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുറത്ത് ചർച്ചാ വിഷയമാകുന്ന ഒരു പ്ലെയർ ഉണ്ടാവും, ഗെയിമർ ഉണ്ടാവും. ഇത്തവണ അങ്ങനെ ഒരാളിലോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരാളെ ആർക്ക് അങ്ങനെ ഒരു നമ്മൾ മീഡിയാസിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരാളിലോട്ട് മാത്രം ഒരാൾ ഒതുങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ 50 ദിവസം കൊണ്ടല്ലേ ആയിട്ടുള്ളൂ. ഇത് പടം പകുതിയല്ലേ ആയുള്ളൂ. ക്ലൈമാക്സ് എത്താൻ സമയമുണ്ട്. ഒരു 60-70 ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇവിടുത്തെ ഇത്തവണത്തെ. എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ചേട്ടന്റെ, സൂരജന്റെ, സുചിത്ര ചേച്ചിനെ. അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഇന്ന് രാവിലെ പോലും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 1 ടൈം എങ്കിലും ഞാനും സൂരജും അവളും കൂടെ ഉറപ്പായിട്ട് കോൺഫറൻസ് കോളോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കും. കാര്യം ഞങ്ങൾ 3 പേരുടെയും എൻ്റെ എയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് സിനിമ അങ്ങനെയൊക്കെയുള്ള പരിപാടി. സുചിത്ര ചേച്ചി മലയിക്കോട്ട് വരുമ്പോൾ അപ്പൊ നമ്മളെ സംസാരിക്കുന്ന ഫുള്ള് എൻ്റെ നമ്മുടെ എല്ലാവരും ചിന്തിക്കുന്ന നമ്മുടെ സംസാരത്തിൽ കൂടുതലും നോർമൽ കാര്യങ്ങളായിരിക്കും. ഞങ്ങൾ ഇത്തവണത്തെ ബിഗ് ബോസിനെ കുറിച്ച് പോലും അധികം സംസാരിക്കാറില്ല. നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇപ്പൊ അടുത്ത പരിപാടി എന്താണ്, അതെങ്ങനെ, ഇതെങ്ങനെ. ഇപ്പൊ എൻ്റെ അടുത്ത് ഇവര് വിളിച്ചപ്പോഴും ചോദിക്കുന്ന മന്ദായിനെ കുറിച്ചാണ്. മന്ദായിനിയുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, അത് അപ്പൊ അതിന്റെ അപ്ഡേഷൻസ്, സൂരജിൻ്റെത്, അവളുടെ അപ്ഡേഷൻസ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാർ. നെവർ മൈൻഡ് എന്നൊരു സാധനമില്ല. വേറെ പലരും പലതും പറയും, നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. അപ്പൊ തിരിച്ച് ഞാൻ മന്ദാകിനിയിലോട്ട് വരാം. ബിഗ് ബോസ് നമുക്ക് ഇപ്പോഴൊരു ആശ്വാസമായത് ഉള്ളിൽ കിടന്നേ എന്തൊക്കെയാ. ഷിജു ചേട്ടാ കൊറേ പടങ്ങളിൽ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞ സ്വന്തം കഥയാണ്. സ്വന്തം കഥയുടെ അതൊരു സിനിമയാകുമ്പോൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ? എഫേർട്ടില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. വേറെ ആൾ ഇപ്പൊ ഇത് എന്റെ തിരക്കഥ ചെയ്ത് വിനോദാണ്. നമ്മളെല്ലാവരും കൂട്ടിയാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്ത്. അപ്പൊ നമുക്ക് ഓരോ ഡയലോഗ് ആരെങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുവരെ എല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഇവനെങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം മറ്റേ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു സംഭവം. മറ്റേ ഒരാളെ ഇത് കഥ വായിച്ചു, കഥ ഓക്കെ നമ്മൾ ക്യാമറ ചെയ്തെന്നില്ല. അതല്ലാണ്ട് ഇത് വേറെ ഫീലാണ്. ഷീച്ചേട്ടനാണ് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. കാര്യം എനിക്ക് ഈ പടം തുടങ്ങുന്ന പോലെ അവസാനം വരെ ഞാൻ ചാർജ് ചെയ്ത് നിൽക്കുന്ന 2 അടിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ സീൻ ഷൂട്ട് ചെയ്യുന്ന തൊട്ട് പോയി ഷീച്ചേട്ടൻ ക്യാമറയുടെ പറയും, കുട്ടി നീ ഫിറ്റാണേ. അതായത് നമ്മൾ മറന്നു വരുന്നില്ല ഫിറ്റാണ് എന്നാ. മറ്റേ ആ ഫിറ്റ് അല്ല, നമ്മൾ ഓണായി നിൽക്കുന്ന നല്ല കുടിയന്മാര് ആടൂല.
അതല്ലേ ശരി ഇറങ്ങേണ്ട ആവശ്യമില്ല. ചാടില്ല അവര്, ഇവർക്ക് ചാർജ് ചെയ്യുള്ളൂ. കാരണം ഇവര് ഫിറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത് പോയിട്ട് അടിക്കും, അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കേട്ടായിരുന്നു, അതൊരു എക്സൈറ്റ്മെന്റ് പരിപാടി തന്നെയായിരുന്നു. അവിടെ ഒരു ചിരി, എന്തോ രഹസ്യമുണ്ട്, എന്തോ ഉണ്ട്. ഇല്ലില്ല, രഹസ്യത്തിലല്ല ഞാൻ പറഞ്ഞത്. രഹസ്യങ്ങൾ കുറെ ഉണ്ട്, അതാണ് പറ്റില്ല. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും. അതായത് ആക്ടേഴ്സിന്റെ പണ്ടത്തെ ചെറുപ്പത്തിലെ ഫോട്ടോസാണ്. അത് ആരാണെന്ന് ഗസ് ചെയ്യാം. ഒരു ചെറിയ ഫോട്ടോ പറഞ്ഞത് ഭയങ്കര മോശമാണ് കേട്ടോ. നിങ്ങളുടെ പടത്തിന് ഇത് ബാധിക്കും വല്ലാണ്ട്. നടക്കലി മറിക്കാം. എന്താ ചെയ്യാ, കണ്ടിട്ടില്ല അനാർക്കലിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ? ഇതെങ്ങനെയാ കണ്ടു തരട്ടെ. നമ്മളിപ്പോ കോളേജിന്റെ ഫംഗ്ഷന് പോയപ്പോ അന്നാക്കിയുടെ ബുക്കയിൽ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് തീരെ കുഞ്ഞായിട്ടുള്ള ഫോട്ടോ ആണ്. മമിത ബൈജു ആണോ? ആണോ? ആ ഇങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ എനിക്ക് വല്ല ഡൗട്ട് ആയി പോയല്ലേ. വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറയാം. മമിത ബൈജുന്റെ അച്ഛനെ പുള്ളിക്ക് മനസ്സിലായി അല്ലേ? കാര്യമായിട്ട് വെറുതെ വേറെന്തോ കള്ളത്തരുണ്ട് അവിടെ നിന്നോ പറഞ്ഞു കൊടുത്തതായിട്ട് തോന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഇവിടെ 80-100 ക്യാമറ ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ക്യാമറ എനിക്കറിയാം. പിന്നെ എങ്ങനെ പറഞ്ഞത് പറ. അതെനിക്ക് പെട്ടെന്ന് തോന്നി മമിതയുടെ ഒരു ഫേസ് കട്ട് വന്നു. കാര്യം പുതിയ ആരോ ആണെന്ന് എനിക്ക് തോന്നി, ഇപ്പോഴുള്ള ആരോ പോലെ തോന്നി. നെക്സ്റ്റ് സച്ചിൻ ടെണ്ടുൽക്കർ. ഫേമസ് അല്ലേ? ലാലേട്ടൻ എന്താ ചെയ്യുന്നത്? ബിഗ് ബോസിന്റെ പോയത്. ബിഗ് ബോസിനെ പോയിട്ട് ബിഗ് ബോസിൽ ലാലേട്ടൻ എഴഞ്ഞു വന്ന് കുപ്പിപ്പാലിരിക്കുന്ന പ്രായത്തിലല്ലേ മോനെ നീ എന്താ ചെയ്തെന്ന് ചോദിച്ചത്. എന്തായാലും ലാലേട്ടൻ അറിയണ്ടേ. അല്ലൊരു കേസ് ഇടട്ടെ, തട്ടിലുള്ള ഏത് പടത്തിലാണ് അഭിനയിച്ചുള്ളത്? ആക്ടേഴ്സിന്റെ ഫോട്ടോ കാണിച്ചതല്ലേ ആദ്യം പറഞ്ഞത്. ക്ലാസ്സിൽ തെറ്റുപറയാൻ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനത്തെ ഫോട്ടോ ഉണ്ട്. അതിപ്പം ഇത് ഫോട്ടോ ഉണ്ണിമോ ഇതൊരു പെൺകുട്ടിയാണ്. അല്ല അന്വാന്റെയാണോ? മറ്റേ ഞാൻ പേരൊന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. നിനക്ക് ഇത് 3-4 മെസ്സേജ് ഇല്ല കേട്ടോ, എന്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിലാണ്. ആണല്ലേ, ബുദ്ധിപൂർവ്വം. നിത്യമനാണോ അത്? ആ നിത്യം അല്ല, ക്ലൂ തരാം, തമിഴ് നടിയാണ്. ആ കീർത്തി സുരേഷ്. അല്ലല്ല, കീർത്തിയാണോ? നയൻതാര. തമിഴ്നാട്ടിലെ മലയാളിയാ. വേസ്റ്റഡ്. ഒരു ക്ലൂ എടുത്താ, ഒരു ക്ലൂ. തമിഴ് ആ നടിയാണ്. തൃശ ആ ഓക്കെ. എനിക്ക് അവിടെ വരെ എത്തി അറിയാൻ തൃശ്ശായിരുന്നു. ഇത് തൃശ്ശൂരിൽ നിന്നില്ലെങ്കിൽ അങ്ങ് ഇത് കാവ്യമാധവൻ. കീർത്തി സുരേഷ്. കോൺഫിഡൻസോടെ കീർത്തി സുരേഷിന്റെ കാവ്യമാധവനാണ്. ഇത് കണ്ട മനസ്സിലായില്ലേ? ഇവിടെ പരിപാടി ഭാവന. ഭാവന. ഇത് കീർത്തി സുരേഷ്. അതെന്ത് കീർത്തി സുരേഷിനോട് എന്താണ് എല്ലാം താങ്കൾ കീർത്തി ഇങ്ങനെ സുരേഷാ. ഒരു കീർത്തി സുരേഷിന്റെ ഒരു ഏത് ഫോട്ടോ അടിച്ചാലും കീർത്തി സുരേഷിന്റെ ഫോട്ടോ ഇല്ല ചേട്ടാ. കീർത്തി സുരേഷിന്റെ ഫോട്ടോ ആണോ? വേറെ കാര്യം. ഇത് കീർത്തി സുരേഷ് അല്ലേ? കീർത്തി സുരേഷിന്റെ ഫോട്ടോ ഈ കൂട്ടത്തിൽ ഇല്ല. ഓക്കെ ഓക്കെ. ഇതെനിക്ക് മനസ്സിലായി, ആളെ മനസ്സിലായി. ഇത് രാവിലെ തുമ്പത്തോട്ട് ആ സൂറല്ല ഇപ്പൊ പറയാം. കൊല്ലു കൈ ക്ലൂ ക്ലൂ ക്ലൂ. സിനിമയിൽ ആക്റ്റീവ് അല്ല, പക്ഷെ പണ്ട് കാലത്ത് ആ സ്മൈലില് സാധനം കിട്ടുന്നുണ്ട്. മുടിയൊക്കെ ഉള്ള സംയുക്ത വർമ്മയാണോ? വർമ്മയല്ല, സംയുക്ത മേനോനോ? മേനോനല്ല. മേനോനോ ആ പേരിനോട് അടുത്ത് വരുന്ന ഒരു പേരാണ്. അപ്പൊ ബിജു മേനോൻ. പിന്നെ വർമ്മയാണോ? വർമ്മയല്ല, മേനോനും അല്ല. ജഗന്നാഥ വർമ്മ. സാ വെച്ചാണ് പേര് തുടങ്ങുന്നത്. സായായിട്ടാണോ? എസ് വെച്ചാണോ? സംയുക്ത എന്നൊക്കെ പറയുമ്പോ അതിനോട് അടുത്ത് ഇങ്ങനെ സമൃദ്ധ സുനിൽ. സമ്പർദ്ദ സ്മൈൽ. ക്ലൂ തന്നോണ്ട് പറയും. അത് മുടി ഉണ്ടെന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അത് മോശമായി പോയിട്ടാ. ഏയ് അപർണ പരമേശ്വരൻ. അല്ലല്ല, അനുപമ പരമേശ്വരൻ. അനുപമ. അപർണ പരമേശ്വരൻ. അനുപമയ്ക്ക് മാറ്റം പോലും ഇപ്പൊ ഇപ്പോഴും അതുപോലെ തന്നെ. ഏയ് പ്രണവ് പോലെ. പിടിച്ചു. ചിമ്പു. ആ കറക്റ്റ്. ഏയ് മുടി കണ്ടിട്ടില്ല അവരെ. ഏയ് ഇത് പുതിയ പുതിയ ഏയ് രാമകൃഷ്ണ. ക്ലൂ 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 ക്ലൂ. ഇങ്ങനെ കാണാം. പുള്ളിക്കാരിക്ക് ഇപ്പൊ പുള്ളിക്കാരി സിനിമയിൽ ആക്റ്റീവ് അല്ല, അധികം ആക്റ്റീവ് അല്ല. ചിരി എനിക്ക് നല്ല പരിചയം. പുള്ളിക്കാരി കുറച്ച് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച, കുറച്ച് വിവാദ പരാമർശങ്ങൾ നടത്തിയൊരു നടിയാണ്.
പാർവതിയാണ് പാർവതി പാർവതി ആക്റ്റീവ് ആണല്ലോ. പാർവതി ആക്റ്റീവ് അല്ലാത്ത റീസെന്റ് ആയിട്ട് പടം അത് ഇറങ്ങിയിട്ടില്ലല്ലോ. ഹിന്ദിയിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുക. ഹിന്ദിയിലൊക്കെ മലയാളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കഥയിൽ ചോദ്യമില്ലേ? വണ്ടിക്കകത്ത് കയറി ഉണ്ണിമുതനാണോ? വണ്ടിയാണ് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാനാ? ദുൽഖർ സൽമാൻ കറക്റ്റാ. കറക്റ്റ് അല്ലേ? പണ്ട കാലത്ത് ലാസ്റ്റ്. അന്നും ഇന്നും ചോക്ലേറ്റ് ബോയ്. കുഞ്ചാക്ക ഭവൻ. ഈ വിജയകരമായി നിങ്ങൾ ഈ റൗണ്ട് പാസ്സായി. ഓക്കെ, അപ്പൊ മെയ് 24-ന് പടം ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഞാനൊരു ഹിറ്റ് കോമഡി കല്യാണം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓഡിയൻസ് വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഓഡിയൻസിനോട് എന്താണ് മന്ദാകിനിയെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ഓഡിയൻസിനോട് പറയാനുള്ളത് നമ്മുടെ മന്ദാകിനി മെയ് 24-ന് റിലീസാവാണ്. അപ്പോൾ എല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ചിരിച്ചിട്ടൊക്കെ പറ. ഇത് കണ്ടാ മതി. നിങ്ങളൊരു ഹ്യൂമർ പടം ചെയ്തിട്ടല്ലേ? കോമഡി നമ്മുടെ അക്ഷയ് എന്നുണ്ട് ഒരു ക്യാമറസുണ്ട്. അപ്പൊ അവൻ കാലത്തിന് ഫസ്റ്റ് ഡേ വിനോദ് പറയും ഒരു ഹ്യൂമർ പടമാണ്, എല്ലാവരും എന്റർടൈൻ ആയിരിക്കണം. അപ്പൊ 3-ാം ദിവസം തെറി കഴിഞ്ഞാൽ സാറേ ഇത് കോമഡി പടം 2 ക്യാമറ ഉണ്ട് അവിടെ ഇവിടെ കാരണം ഫാസ്റ്റ് ആയി ഷൂട്ട് ചെയ്യാം. നമ്മളിങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യാം, സാറ് ഇത് ഹ്യൂമർ പടം സാറേ ഒഫീഷ്യലി പറയുമ്പോൾ ഇങ്ങനെ അങ്ങനെ പോകും. ഷൂട്ടിംഗ് ഹ്യൂമറാ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല. പടം മാത്രമല്ല ഹ്യൂമർ. അപ്പോൾ ഓഡിയൻസിനോട് പറയാനുള്ളത് നമ്മുടെ മന്ദാകിനി മെയ് 24 റിലീസാവാണ്. എല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതൊരു ത്രൂ ഔട്ട് ഹ്യൂമർ ജോണറിലുള്ള സിനിമയാണ്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും മെയ് 24 തിയേറ്ററിൽ തന്നെ പോയി കാണാം. കുട്ടിയെന്ന് പറയാം ആവട്ടെ, നിന്റെ ഹ്യൂമർ ആവട്ടെ. അല്ല വിനോദിന്റെ അതിൽ നിർത്തണാണ് പഞ്ച്. അല്ല അത് ഇത് ലാസ്റ്റ് ഇട്ടാൽ എല്ലാരും തിയേറ്ററിൽ കാണുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പടം അടിപൊളി ഹിറ്റാണ്. പടം പടം കാണില്ലേ പോ ഓക്കെ, താങ്ക് യു. കാണുന്ന ഫസ്റ്റ് ഡേ കാണാൻ പറഞ്ഞോ? ഫസ്റ്റ് ഡേ കാണാൻ വരാം. സെറ്റ്. 8 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കായി സ്കൈൽ ഒരുക്കുന്നു ഓൺലൈൻ ട്യൂഷൻ. 1-to-1 ട്യൂഷനും ഗ്രൂപ്പ് ട്യൂഷനും അവൈലബിൾ ആണ്. ഇനി പഠനത്തിൽ സൂപ്പർ ഹീറോ ആകാം സ്കൈലിനൊപ്പം.